ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ഇപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു കേട്ടോ. ഇത് ഞാൻ 2025 ഡിസംബർ 22 എടുക്കുന്ന വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്ക് വളരെ 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 സ്പെഷ്യലാണ് എന്നെ സംബന്ധിച്ച്. ആ സ്പെഷ്യൽ എന്താണെന്ന് ലാസ്റ്റ് കാണുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പോഴപ്പോൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളും എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ തൊട്ടടുത്തുള്ളൊരു വ്യക്തിയെ നോക്കുമ്പം, നമുക്കറിയാവുന്നൊരു വ്യക്തിയെ നോക്കുമ്പം നമ്മൾ ചിന്തിക്കുമോ അയാൾ എന്തൊരു ഹാപ്പിയാണ് അല്ലേ, അയാൾ എത്ര സന്തോഷവാനാണ്, അല്ലെങ്കിൽ ആ കുട്ടി എത്ര സന്തോഷവതിയാണ് എന്ന് നമ്മൾ ചിന്തിക്കും. എനിക്ക് മാത്രം ഉണ്ടായി ഇങ്ങനെ, ഞാൻ മാത്രം ഉണ്ടായി ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ ജീവിതം മാത്രം ഉണ്ടായി ഇങ്ങനെ ആയിപ്പോയി എന്ന് ചിന്തിക്കും. സുഹൃത്തുക്കളെ, എല്ലാവർക്കും മനുഷ്യരായിട്ട് ഈ ലോകത്ത് ജനിച്ച എല്ലാ വ്യക്തികൾക്കും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, വിഷമങ്ങളുണ്ട്. പക്ഷേ വ്യത്യാസം എന്താണെന്നറിയാം, ആ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒരിക്കലും എപ്പോഴും ഓർത്തുകൊണ്ട് നടക്കില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ നമ്മൾ കൂടുതലായിട്ടും എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഉന്നതിയിലേക്ക് പോകണം, ഈ അവസ്ഥയിൽ കിടന്നാൽ പോരാ, കുറച്ചും കൂടെ മെച്ചപ്പെട്ടൊരു ജീവിതം എനിക്ക് ഉണ്ടാവണം, അതിനുവേണ്ടി ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് ഈ ലോകം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന ഒരു സൂപ്പർമാൻ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ ശക്തിയുള്ള ഒരാൾ. അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അതെ, പ്രപഞ്ചശക്തി. ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഒന്ന് പറഞ്ഞിട്ട് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യും. അതായത് ഏകദേശം ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇതുപോലെ തന്നെ ആയിരുന്നു. ഞാനും ചിന്തിച്ചു, ദൈവമേ, എന്താണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ, എന്താണ് ഞങ്ങൾക്കൊരു ഉയർച്ചയില്ലാത്തത്, എന്താണ് ഞങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത്, ഞങ്ങൾ എന്താണ് എല്ലാവരും മാറ്റി നിർത്തുന്നത്, എന്താണ് ഞങ്ങൾക്കൊരു സാമ്പത്തിക ഭദ്രതയില്ലാത്തത്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്, അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ. പക്ഷേ ഒരിക്കലും നമ്മുടെ ജീവിതത്തോട് നമ്മൾ പൊരുതാൻ, അതായത് എനിക്കിങ്ങനെ നിന്നാൽ പോരാ, എനിക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവണം, നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവണം, എൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണം, എൻ്റെ നിലപാടുകളിലും മാറ്റം ഉണ്ടാകണം, എൻ്റെ തീരുമാനങ്ങളിലും മാറ്റം ഉണ്ടാകണം, ഞാൻ നല്ലൊരു വ്യക്തിയാകണം, ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്ന് തീരുമാനമെടുക്കുന്നു. അതായത് എന്ന് വീണ് കിടക്കുന്നിടത്ത് നിന്നും എഴുന്നേൽക്കാൻ നമ്മൾ തയ്യാറാകുന്നു. ആ നിമിഷം തൊട്ട്, ആ സെക്കൻഡ് തൊട്ട് നമ്മുടെ ലൈഫ് മാറും. ഇത് എൻ്റെ ലൈഫാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ വളരെ ഓപ്പണായിട്ട് പറയുന്നത്. ഞാൻ അന്നെടുത്തൊരു തീരുമാനം, അതായത് കഴിഞ്ഞ ഡിസംബർ 22 അത്രയും ഒരുപാട് വർഷങ്ങളുടെ സ്ട്രഗിൾസിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഞങ്ങൾ കുറച്ചും കൂടെ ഞങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ നീന്താൻ പോരാ, കുറച്ചും കൂടെ നമ്മുടെ ലൈഫിനെ നമ്മൾ പ്ലാൻ ചെയ്യണം, നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ സെറ്റിൽഡ് ആവണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ വന്ന ആ ഒരു ദിവസമായിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പം ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഞങ്ങളുടെ മുമ്പിൽ വന്നു തുടങ്ങി. എന്നാൽ അതിനു മുമ്പ് ഈ ഓപ്ഷൻസൊക്കെ മുമ്പിലുണ്ട്, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ജീവിതം ഇങ്ങനെ അങ്ങ് പോകട്ടെ, നമ്മുടെ ലൈഫ് ഇങ്ങനെയായി പോയി, ആർക്കും നമ്മളെ വേണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിക്കട്ടെ എന്ന് ചിന്തിച്ച സമയത്ത് കൺമുമ്പിലുണ്ടെങ്കിൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മുടെ മനസ്സ് അതിലേക്ക് വരുന്നില്ല. പക്ഷേ എന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയോ, ഇങ്ങനെ കിടന്നാൽ പോരാ, ജീവിതം കുറേ മാറ്റേണ്ടിയിരിക്കുന്നു. മനസ്സിലായി? ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഇങ്ങനെ കാറ്റത്ത് പറന്നു പോകും, പക്ഷെ നമ്മുടെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ അന്ന് ഞാനെടുത്ത തീരുമാനം, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം എടുത്ത തീരുമാനമാണ് 1.5 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ന് ചിന്തിക്കുമ്പം വളരെ ഹാപ്പിയായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അത് സന്തോഷമാകും, അവർ നമ്മളോടൊപ്പം സന്തോഷിക്കും. ഒരിക്കലുമില്ല. നമ്മളെ ഹാപ്പി ആകുന്നത് ഒരിക്കലും മറ്റുള്ളവർക്ക് സന്തോഷമില്ല, മറ്റുള്ളവർക്ക് സങ്കടമാണ് ഉണ്ടാക്കുന്നത്. അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയുമോ, അവരുടെ ലൈഫൊക്കെ മാറുന്നുണ്ടല്ലോ,
അവർക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ജീവിതം കിട്ടുന്നുണ്ടല്ലോ, സൗകര്യങ്ങൾ വർദ്ധിക്കുന്നുണ്ടല്ലോ, സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുന്നുണ്ടല്ലോ. അത് അവരുടെ കാഴ്ചപ്പാടിലൂടെ അവർ നമ്മൾ സസൂക്ഷ്മം ഇങ്ങനെ നിരീക്ഷിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാതെ നമ്മൾ കിടക്കുന്ന ആ ബിഗ് സീറോയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ ആരും നമ്മളെ മൈൻഡ് ചെയ്യൂല. നമ്മളെക്കുറിച്ച് ആരും എന്താ പറയുക, ക്യാമറ കണ്ണുകളിലൂടെ നമ്മുടെ പുറകെ വരില്ല. പക്ഷേ നമ്മുടെ ജീവിതം മാറുമ്പം, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുമ്പം, നമ്മുടെ ചിന്താഗതികൾ മാറുമ്പം, നമ്മുടെ തീരുമാനം മാറുമ്പം നമുക്ക് ചുറ്റും ഒരുപാട് പേര് നമ്മളെ വീക്ഷിക്കാൻ തുടങ്ങും. അടുത്ത സ്റ്റെപ്പ് ആ കുട്ടി എന്താ ചെയ്യാൻ പോകുന്നത്, അടുത്ത സ്റ്റെപ്പ് അവൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ചിന്തിക്കും. അവരുടെ പുറകെ ഓടാൻ നിൽക്കണ്ട, നടക്കാൻ നിൽക്കണ്ട, അവരുടെ പുറകെ നമ്മൾ ഒരു ഇത് പറയാനും നിൽക്കണ്ട. നമ്മളെടുത്ത തീരുമാനം സ്ട്രോങ് ആണെങ്കിൽ അത് നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആർക്കും അടക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു കാര്യത്തിനോട് വളരെ അതിതീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എനിക്കത് വേണം, ഞാനത് നേടിയെടുക്കും എന്ന ഈ 2 വാക്യങ്ങളിലൂടെ നമ്മൾ തീവ്രമായിട്ട് നമ്മുടെ മനസ്സിനോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. എനിക്കത് കിട്ടിയേ പറ്റൂ, എനിക്കത് നേടിയെടുത്തേ പറ്റൂ. നമ്മൾ മനുഷ്യരോടല്ല യുദ്ധം ചെയ്യുന്നത്, നമ്മൾ നമ്മളോട് തന്നെ, നമ്മുടെ നെഗറ്റീവ് ചിന്തകളോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. മനസ്സിലായോ? ഈ നെഗറ്റീവ് ചിന്തകളെ ഇല്ലായ്മ ചെയ്യാൻ പുറത്തുള്ള ഒരു സൈക്കോളജിസ്റ്റിനും പറ്റൂല. അത് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് നമ്മൾ നിരന്തരം കമാൻഡാണ് ചെയ്യുന്നത്, റിക്വസ്റ്റ് അല്ല ചെയ്യുന്നത്. എനിക്കത് വേണം, ഞാനത് നേടിയെടുക്കും, എൻ്റെ ചിന്തകളെ ഞാൻ മാറ്റും, എൻ്റെ ജീവിതം കുറച്ചും കൂടെ സന്തോഷമായിട്ട് ഉന്നതിയിൽ എനിക്ക് എത്തിച്ചേരണം എന്നുള്ള ദൃഢമായ കമാൻഡ്സാണ് നമ്മൾ നമ്മുടെ മൈൻഡിനോട് പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ 1.5 വർഷത്തിൽ ഞാൻ പോലും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ മുമ്പ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരുപാട് ചെറിയ അച്ചീവ്മെൻറ്റ്സ് ഞാൻ നേടിയെടുത്തു. എൻ്റെ മൈൻഡിനോട് ഞാൻ പറയും, എനിക്ക് ഇത്ര നാളിനുള്ളിൽ, അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇത്ര ആഴ്ചയ്ക്കുള്ളിൽ, അല്ലെങ്കിൽ ഈ നെക്സ്റ്റ് ഇയറിൽ എനിക്ക് ഇത് നേടിയെടുത്തേ പറ്റൂ. പിന്നെ ഞാൻ എന്നോട് പറയുന്ന ഒരൊറ്റ കാര്യം കൂടെയുണ്ട്, അതായത് എനിക്ക് ഞാനേ ഉള്ളൂ. ഈ അച്ചീവ്മെൻറ്റ് ഞാൻ നേടിയെടുക്കണമെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യണം, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം, എൻ്റെ മൈൻഡ് ഞാൻ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കണം, ഞാനൊരു പവർഫുൾ ലേഡി ആകണം. ആരെന്ത് പറഞ്ഞാലും അതൊന്നും എനിക്ക് കേൾക്കുന്നില്ല. അതായത് കല്ലുകൾ വലിച്ചെറിയുന്നവർ ഒരുപാട് പേര് കല്ലുകൾ എറിയുന്നുണ്ട്, ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ പിന്നെ എറിയുന്ന കല്ലുകൾ താഴെ വീണുള്ളൂ. പക്ഷേ എറിയുന്ന കല്ലുകളൊക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ചവിട്ടിക്കേറി മുമ്പോട്ട് പോകാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞു തീർത്ത വഴികൾ, അല്ലെങ്കിൽ കരഞ്ഞ സാഹചര്യങ്ങൾ, എന്നെ കരയിപ്പിച്ച വ്യക്തികൾ ഇന്ന് ദൂരെ നിന്ന് വളരെ ആകാംക്ഷയോടെ, അല്ലെങ്കിൽ ഇനി എന്താണ് അവൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇനി എന്താണ് അവരുടെ ഫാമിലിയിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് എന്ന് ആകുലപ്പെട്ട് ചിന്തിക്കുന്ന ഒരുപാട് കണ്ണുകൾ നമുക്ക് ചുറ്റുമുണ്ട്. മനസ്സിലായി? അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്, എനിക്കത് നേടിയെടുക്കണം എന്ന്. നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു, അന്ന് നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് പുതിയ ചിന്തകൾ കാണാൻ സാധിക്കും. അല്ലാതെ ഇപ്പോൾ പോകുന്ന കണക്ക് തന്നെ പോട്ടെ, എല്ലാവരുടെയും കളിയാക്കലും ഒറ്റപ്പെടുത്തലും ഒക്കെ കണ്ടും സഹിച്ചും അനുഭവിച്ചും ജീവിക്കണമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും പടുകുഴിയിലോട്ട് വീണു പോകുന്നത്. അതേസമയം അവിടെ നിന്ന് എഴുന്നേറ്റ് ശക്തിയായിട്ട് നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുക, എനിക്ക് നല്ലൊരു ജീവിതം വേണം. ഇപ്പം ജോലിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നല്ല മെച്ചപ്പെട്ടൊരു ജോലി. ഇപ്പം ഒരു 10,000 രൂപ ശമ്പളം മേടിക്കുന്നൊരു വ്യക്തി എപ്പോഴും 10,000 രൂപയിൽ ആ ഒരു ഇതിൽ നിൽക്കാതെ കുറച്ചും കൂടെ ടാർഗറ്റ് വെക്കുക. എനിക്കൊരു 25,000 അല്ലെങ്കിൽ ഒരു 50,000 രൂപ സാലറി എനിക്ക് പെർ മന്ത് കിട്ടണം, മേടിക്കണം. അപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മൈൻഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് പുതിയ തൊഴിൽ മേഖലകൾ നമ്മുടെ മുമ്പിലേക്ക് വരാതിരിക്കില്ല. മനസ്സിലായോ? ഞാൻ നാട്ടിൽ നിൽക്കുമ്പം 5,000 അല്ലെങ്കിൽ 10,000 രൂപയ്ക്കുള്ളിൽ സാലറി മേടിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് 2,50,000 രൂപ പെർ മന്ത് സാലറി മേടിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ എടുത്ത തീരുമാനം, അതിലൂടെ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മളെക്കാട്ട് ഒരുപാട് പ്രതിസന്ധികൾ മുമ്പിലുണ്ടാവും. ഒരു പ്രതിസന്ധി വരുമ്പോൾ അയ്യോ ഞാൻ ഇനി അങ്ങോട്ടില്ല, ഞാൻ ഉള്ളത് കൊണ്ട് ജീവിച്ചോളാം എന്നല്ല. ആ പ്രതിസന്ധിക്കുള്ളിലോട്ട് കയറി ചെന്നിട്ട് അതിനെ സോൾവ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മൈൻഡ് പവർ അത്രയും സെറ്റാവും, പവർഫുള്ളാവും. നമുക്ക് പോലും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പവർഫുള്ളാവും.
ഇതെല്ലാം ഈ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ മൈൻഡ് പവർ എത്രത്തോളം ശക്തിയാണ്. മനസ്സിലായോ? ഫിസിക്കൽ സ്ട്രെങ്തിനേക്കാളും സ്ട്രോങ് ആണ് മെൻ്റൽ സ്ട്രെങ്ത് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് മൈൻഡ് മാക്സിമം പീസ്ഫുള്ളാക്കി വെച്ചിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ലതേ വരും. നമ്മുടെ ചിന്തകൾ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലാണ് നമുക്ക് നെഗറ്റീവ്സ് സംഭവിക്കുന്നത്. നമ്മുടെ ചിന്തകൾ പോസിറ്റീവായിട്ട് വെക്കുക. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, അതിലോട്ടൊന്നും നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെയും കണക്ട് ചെയ്യാതിരിക്കുക. നമ്മുടെ വഴി നമ്മൾ വെട്ടിത്തെളിച്ച് മുമ്പോട്ട് പോവുക. നല്ലതേ വരും. താങ്ക് യു.